ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വഴുതനങ്ങ ചമ്മന്തി തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിയൊക്കെ നമ്മുടെ ആവശ്യത്തിനിടണം. അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനിടണം. പിന്നെ ഇതിനകത്തിലേക്ക് ഒരു ശകലം കായപ്പൊടി ഇടണം. കായപ്പൊടി. ഇനി ഈ പൊടി നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മസാല പിടിച്ചെടുക്കാം. ഞാനിപ്പം വട്ടത്തിലാണ് ഈ വഴുതനങ്ങ അരിഞ്ഞത്. നിങ്ങൾക്ക് നീളത്തിലോ ഏത് ആകൃതി വേണമെങ്കിലും അരിയാം. ഞാനിപ്പം നീല ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ പച്ച കളറിലെ ഉണ്ടായിരുന്നു. കണ്ടോ, പച്ചയും വെള്ള, അങ്ങനെ പല വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് എന്നിട്ട് നമ്മുടെ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ വറുത്ത പാനിനകത്തോട്ട് 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് കോരി മാറ്റാം. ആ പാനത്തിലൂടെ 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിന് ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ നമുക്ക് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയും കൂടി മാറ്റാം. ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ മുളകും കൂടെ അത് ഇടുകല്ലേൽ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലതുപോലെ ഞെവിടിയെടുക്കാം. കേട്ടോ, ഇപ്പം നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പുണ്ടെങ്കിൽ, ഉപ്പില്ലെങ്കിൽ ഉപ്പിടണം. ഇതിപ്പം ഞാൻ ആ വറുത്തതിനകത്ത് നല്ലപോലെ ഉപ്പുണ്ടായതുകൊണ്ട് എനിക്ക് വേണ്ട. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ കൊച്ചുള്ളി കല്ലേൽ ഇടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഞെവിടിയെടുത്താലും മതി. കണ്ടോ, അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതും ചോറും കൂടെ കഴിച്ചാൽ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷനാണിത്.